280 വുഡ് ആൻഡ് ഫർണിച്ചർ യൂണിറ്റുകളും 107 എഞ്ചിനീയറിംഗ് യൂണിറ്റുകളും 76 മറ്റ് നിർമ്മാണ യൂണിറ്റുകളും ഉൾപ്പെടെ 1294 ചെറുകിട വ്യവസായ യൂണിറ്റുകളാണ് കോഴിക്കോട് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്നത്. 291 എഞ്ചിനീയറിംഗ് യൂണിറ്റുകൾ, 287 വുഡ് ആൻഡ് ഫർണിച്ചർ, 279 ടെക്സ്റ്റൈൽ യൂണിറ്റുകൾ എന്നിവ ഉൾപ്പെടെ 3058 ചെറുകിട യൂണിറ്റുകളാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്നത്. കുന്നമംഗലം ബ്ലോക്കിൽ മൊത്തം 961 യൂണിറ്റുകളാണുള്ളത്. ഇതിൽ 108 എണ്ണം വുഡ് ആൻഡ് ഫർണിച്ചറും 99 എണ്ണം ഓയിൽ ആൻഡ് ഫ്ലവർ മിൽ യൂണിറ്റുകളുമാണ്. കൊടുവള്ളി ബ്ലോക്കിൽ 707 ചെറുകിട വ്യവസായ യൂണിറ്റുകളുണ്ട്. ഓയിൽ ആൻഡ് ഫ്ലവർ മിൽ 114, വുഡ് ആൻഡ് ഫർണിച്ചർ 80, ടെക്സ്റ്റൈൽ മേഖലയിൽ 55 യൂണിറ്റുകൾ എന്നിവയാണ് ഇതിലുൾപ്പെടുന്നത്. നമ്മുടെ പരമ്പരാഗത വ്യവസായ മേഖലകളായ കയർ, കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് നാട്ടിലും വിദേശ രാജ്യങ്ങളിലും ആവശ്യക്കാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 28ഓളം കൈത്തറി വസ്ത്രനിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൈത്തറി മേഖലയിൽ 28ഉം കയർ മേഖലയിൽ 55ഉം വ്യവസായ സഹകരണ സംഘങ്ങൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും നാം തുടക്കം കുറിച്ചു. കരകൌശല ഉൽപ്പന്നങ്ങളുടെ വ്യാപകമായ ഉൽപാദനവും വിതരണവും ടൂറിസവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വികസന സാധ്യതയാണ്. പതിനഞ്ചാം നൂറ്റാണ്ടു മുതൽ വളർന്നുവന്ന സജീവവും ക്രിയാത്മകവുമായ വ്യവസായ സംസ്കാരം കോഴിക്കോടിനെ നിക്ഷേപകരുടെ ഇഷ്ടഭൂമിയായി ഇന്നും നിലനിർത്തുന്നു. ജില്ലയിലെ ചെറുതും വലുതുമായ നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ ഈ കാലയളവിൽ കൈവരിച്ച നേട്ടങ്ങൾ ഇതിനുള്ള നല്ല ഉദാഹരണങ്ങളാണ്. ഓട് വ്യവസായത്തിന് വളരെ പ്രശസ്തമായ ഒരു മേഖലയാണ് കോഴിക്കോട് മേഖല. ഇതിന്റെ കാരണം നമ്മുടെ ചാലിയാർ പുഴയുടെ ഇരുകരകളിൽ നിന്നും ശേഖരിക്കുന്ന കളിമണ്ണ് തന്നെയാണ്. 30ൽ പരം ഉൽപ്പന്നങ്ങൾ ഫറൂഖ് കോഴിക്കോട് മേഖലയിലുള്ള മിക്ക കമ്പനികളിലും ഉൽപ്പാദിച്ചു വരുന്നുണ്ട്. ഇനിയും ഈ വ്യവസായത്തിന് അനവധി സാധ്യതകൾ വൈവിധ്യവൽക്കരണത്തിലൂടെയും മറ്റും ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും സഹകരണം ലഭിക്കുകയാണെങ്കിൽ ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ കളിമൺ അധിഷ്ഠിതമായി തന്നെ നമ്മുടെ മേഖലയിൽ വരാൻ ഇനിയും സാധ്യതകളുണ്ട്. സ്റ്റീൽ ഉൽപാദന രംഗത്ത് കോഴിക്കോടിന്റെ നാമധേയം ഇന്ന് ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുന്നു. ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്ന് വികസനത്തിന്റെയും വൈവിധ്യവൽക്കരണത്തിന്റെയും പാതയിലാണ്. ചെറുവണ്ണൂരിലെ PK സ്റ്റീൽസ്, കുറ്റിക്കാട്ടൂരുള്ള മിനാർ സ്റ്റീൽസ് എന്നീ സ്ഥാപനങ്ങളാണ് ഈ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്നത്. ജില്ലയിൽ ഏറ്റവുമധികം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന വ്യവസായ മേഖലകളിലൊന്നാണ് പാദരക്ഷകളുടെ നിർമ്മാണം. 100ൽ പരം യൂണിറ്റുകളാണ് ഈ മേഖലയിൽ പ്രത്യക്ഷമായും അനുബന്ധ വ്യവസായങ്ങളുമായി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹവായ് ചപ്പൽ, പോളിമേഴ്സ് ഉപയോഗിച്ചുള്ള വിവിധതരം ചെരുപ്പുകൾ, ഇവയ്ക്കാവശ്യമുള്ള മോൾഡുകളും ആക്സസറീസും ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. ചെറുവണ്ണൂരിലെ VKC ഗ്രൂപ്പ് ഈ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ ആഗോള പ്രശസ്തമാണ്. നേരത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഫുട്വെയർ ഇൻഡസ്ട്രിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു.
ലെതർ ചെരുപ്പുകൾ മദ്രാസ്, കൽക്കട്ട, ബീഹാറിലെ ചില കേന്ദ്രങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ എന്നാൽ ചൈന സജീവമായിട്ട് രംഗത്തെത്തിയപ്പോൾ എക്സ്പോർട്ടിന്റെ ഏതാണ്ട് 65% വേൾഡ് മാർക്കറ്റിലെ പ്രൊഡക്ഷനും ചൈനയിലേക്ക് പോവുകയും ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ഒരു 6.5% ആയിട്ട് ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ ഫുട്വെയറിനെ ട്രസ്റ്റ് സെക്ടറിൽ ഉൾപ്പെടുത്തിയിട്ട് 30% വരെ സബ്സിഡി നൽകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഇവിടുത്തെ വ്യവസായികൾ വളരുകയാണെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ടെക്നോളജിയും ട്രെയിനിങ്ങും കൂടെ നമുക്ക് ഒപ്പം കൊടുക്കുകയാണെങ്കിൽ ഫുട്വെയർ ഇൻഡസ്ട്രിയിൽ ഒരു ആക്സിലറേറ്റഡ് ഗ്രോത്ത് തന്നെ നമുക്ക് ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ. കോഴിക്കോട് മേഖലയിലെ വ്യവസായികൾ കൂടിച്ചേർന്നിട്ട് ഒരു നോൺ പ്രോഫിറ്റബിൾ സൊസൈറ്റി, ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഫോം ചെയ്തു ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേരിൽ ഫുട്വെയർ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ എല്ലാ ട്രെയിനുകളും നമുക്ക് അവിടെ കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ പുതിയൊരു പ്രൊജക്ട് ഉണ്ട്, സെന്റർ ഫോർ എക്സ്പോർട്ട് എക്സലൻസ്. 500 crores ഏത് എക്സ്പോർട്ടുള്ള ഒരു സെന്റർ ആക്കിയിട്ട് പിന്നെ ഒരു ഡിസ്ട്രിക്റ്റിലെ ഒരു ഏരിയ മാറ്റുക എന്നുള്ളത്. അപ്പൊ അതിൽ ഉൾപ്പെടുത്തക്ക രീതിയിൽ ഉള്ള ഒരു പ്ലാന് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഫുട്വെയർ പാർക്ക് എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ രീതിയിലൊരു സംവിധാനം വരികയാണെങ്കിൽ വേൾഡിലെ തന്നെ ഫുട്വെയർ ഇൻഡസ്ട്രിയുടെ ഒരു ഹബ്ബായിട്ട് കോഴിക്കോടിന് മാറാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന നിരവധി ചെറുകിട സംരംഭങ്ങളിലായി ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. വൻകിട വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നിർമ്മിച്ചുകൊണ്ട് നിരവധി സ്ഥാപനങ്ങൾ തങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നു. പാക്കിംഗ് കേസുകളുടെ നിർമ്മാണവും പ്രിന്റിംഗുമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. PK ഫ്ലവർ മിൽ, പാരിസൺസ്, ഖിൽബൺ ഫുഡ്സ്, വടകരയിലുള്ള റാണി ഫുഡ് പ്രൊഡക്ട്സ്, തിരുവമ്പാടിയിലെ കൈരളി ഫുഡ് പ്രൊഡക്ട്സ്, വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന മലനാട് കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവയാണ് ഭക്ഷ്യ സംസ്കരണ രംഗത്ത് കോഴിക്കോടിന്റെ പുരോഗതിയെ ത്വരിതപ്പെടുത്തുന്ന പ്രധാന സ്ഥാപനങ്ങൾ. ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി ധാരാളം സാധ്യതയുള്ള ഒരു വ്യവസായ മേഖലയാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിന്റെ വളരെ കുറഞ്ഞ 5% മാത്രമേ നമ്മളിന്ന് പ്രോസസ് ചെയ്യുന്നുള്ളൂ. ധാരാളം പ്രോസസ്സിംഗ് യൂണിറ്റിന് ഇനിയും സാധ്യതകളുണ്ട്. വർഷത്തിൽ ഏകദേശം 40,000 കോടി രൂപയോളം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പെരിഷബിളായി പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ തന്നെ കണക്ക്. ഇന്ന് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഫുഡ് പ്രോസസിംഗ് വ്യവസായ രംഗത്ത് പുതിയ മുതൽ മുടക്കിന് ആവശ്യമായ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാണ്. ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പുതിയ ഫുഡ് പാർക്കുകൾ ആരംഭിക്കുന്നു. കൂടാതെ റെയിൽവേ, വിമാനം, പോർട്ടിന്റെ സൗകര്യം, റോഡ് വികസനവും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഗവൺമെന്റ് പ്രത്യേക താൽപര്യം കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. റീറ്റെയിൽ ഔട്ട്ലെറ്റ്സുകൾ വരെ ഇന്ന് വലിയ മൾട്ടിനാഷണൽസുകൾ നേരിട്ട് നിയന്ത്രിക്കുന്നിടത്താണ് ഇന്ത്യൻ വിപണി ചെന്നെത്തുന്നത്. ലോകത്ത് ചൈനയേക്കാളും ഏറ്റവും വലിയ വിപണി ഇന്ത്യൻ വിപണിയാണ്. വരുന്ന ഒരു 20 കൊല്ലം ഇന്ത്യയിൽ നിന്നാണ് വിളവ് കൊയ്യാനുള്ളത് എന്നാണ് ഈ ആഗോള ഭീമന്മാർ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാർഷികോൽപ്പന്നങ്ങളെ സംസ്കരിച്ചെടുക്കാൻ മുന്നോട്ട് വരികയാണെങ്കിൽ വിദേശ വിപണിയിൽ ഈ കുത്തകൾ അവിടെ പോയി വരെ മല്ലടിക്കാൻ നമുക്ക് കഴിയും. കേരളം അതിന് പറ്റിയ ഒരു സ്റ്റേറ്റാണ്. കാർഷികോൽപ്പന്നങ്ങളും ഈ വൈദഗ്ധ്യമുള്ള കർഷകരെയും ഇതിനെ ബുദ്ധിപരമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഭക്ഷ്യ സംസ്കരണ മേഖലയിലേക്ക് കടക്കുവാനും ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ഉയർന്ന സംഭാവന നൽകുവാനും ഭക്ഷ്യ സംസ്കരണ വ്യവസായ രംഗത്ത് കോഴിക്കോട് ജില്ലക്ക് കഴിയാവുന്നതാണ്. കോഴിക്കോട് ജില്ലയിൽ അതിനുള്ള ഒരുപാട് റിസോഴ്സസ് കോഴിക്കോട് ജില്ലയിലുണ്ട്.
ഫലഭൂയിഷ്ഠമായ മണ്ണും ജലലഭ്യതയും കോഴിക്കോട്ടെ കാർഷിക മേഖലയെ പച്ചപുതപ്പിക്കുന്ന നിർണായക ഘടകങ്ങളാണ്. കാർഷിക വിളകൾ ഉപയോഗിച്ചുള്ള ചെറുകിട സംരംഭങ്ങളും സംസ്കരണ യൂണിറ്റുകളും തുടങ്ങുന്നതിന് ഇത് പ്രേരകമാവുന്നു. നാളികേരമാണ് നമ്മുടെ കാർഷിക വിളകളിൽ മുൻപന്തിയിലുള്ളത്.